സംസാരം കൂടുതലും പ്രവൃത്തി കുറവും. ഇവിടെ പ്രവൃത്തി കൂടുതലും സംസാരം കുറയും. ഇത് ആൾക്കാർക്ക് എത്തിക്കില്ല. പക്ഷേ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ ഡിവിഷനിൽ ചെയ്യുന്ന കാര്യങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യണതും അത് ഞാനായിട്ട് അവരുടെ കൂടെ ഇതായതുകൊണ്ട് അടുത്തറിഞ്ഞുകൊണ്ടാണ് എനിക്ക് അവരുടെ പ്രവർത്തനങ്ങളും ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്തത്. എനിക്ക് BJP നേതാക്കന്മാരിൽ ആൾക്കാർ അറിയണത് കുറവാണെച്ചാലും എനിക്ക് അവരുടെ പ്രവർത്തനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ മോഡിജിയോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം ഇത്രയും ധൈര്യത്തോടു കൂടി കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക. അതേപോലെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് ഇപ്പോൾ സ്ഥാനം, അതേപോലെ തന്നെ പുരോഗതി കൈവരിച്ചതും അതൊക്കെ മോഡിജി കാരണമാണ്. നമസ്കാരം. രാജ്യവ്യാപകമായിട്ട് BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6 ദിവസങ്ങൾ കൊണ്ട് 2 കോടിക്ക് മുകളിലാണ് ഇപ്പോൾ BJPയിൽ ആളുകൾ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സമയത്ത് കേരളത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തൃശ്ശൂർ BJPക്ക് വലിയ ഒരു നേട്ടമുണ്ടായ പാർലമെന്റ് ഇലക്ഷനാണ്. സുരേഷ് ഗോപിയോട് വിജയിച്ചു. ഈ സമയത്ത് തൃശ്ശൂരിലെ ഗിരിജ തിയേറ്റർ ഉടമയായിട്ടുള്ള ഗിരിജ മാഡം BJPയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ്. ഇത് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ മാഡം എന്തുകൊണ്ടാണ് BJPയിലേക്ക് പ്രവേശിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് മാഡത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. മാഡം നമസ്കാരം. നമസ്കാരം. നിലവിലിപ്പോൾ BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യവ്യാപകമായിട്ട്. ഈ സമയത്ത് തൃശ്ശൂരിൽ നിന്ന് മാഡം ഇപ്പോൾ ഒരു പ്രമുഖ വ്യക്തി എന്നുള്ള നിലയിലേക്ക് BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്, അതും സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന്. എന്താണ് അങ്ങനെ ഒരു സാഹചര്യം BJPയിൽ പ്രവേശിക്കാനുണ്ടായത്? ഞാൻ 2 വർഷമായിട്ട് അങ്ങനെ ആലോചിച്ചിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. കാരണം എനിക്ക് പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 5 വർഷത്തെ ഭരണം നന്നായിട്ടായിരുന്നു തോന്നിയത്. പക്ഷേ ഇപ്പോഴത്തെ ഭരണം എനിക്ക് അത്രയ്ക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കൂടുതൽ സുഹൃത്തുക്കൾ എനിക്ക് കോൺഗ്രസ്സിലാണ്. പക്ഷേ ഇവിടെ കൗൺസിലറൊക്കെ വന്നിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ നോക്കി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഇപ്പോൾ എൻ്റെ ഡിവിഷൻ 3-ാം ഡിവിഷൻ BJP കൗൺസിലറുണ്ട് ഇവിടുത്തെ. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ എനിക്കൊരു ഹാളുണ്ട് നളിനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അവർക്ക് വേണ്ടി പ്രവർത്തനങ്ങൾക്ക് എല്ലാ പാർട്ടിക്കും ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ അപ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് പ്രവർത്തനങ്ങൾ നോക്കണേൽ എനിക്ക് മനസ്സിലായത് കൂടുതൽ പ്രവർത്തിക്കുന്നത് BJP പാർട്ടിയാണ്. പിന്നെ കൂടുതൽ സ്ത്രീകളും ജോയിൻ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ ഇതൊക്കെ നടക്കുമ്പോൾ കൂടുതൽ ഈ പ്രവർത്തനങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ സ്ത്രീകളും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നു. അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് യോഗ പരിപാടികളൊക്കെ ഫ്രീ ആയിട്ട്, അപ്പോൾ അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതും അതേപോലെ തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹാള് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ കൃഷി, ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ കൃഷി, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൃഷി പഠിപ്പിക്കുന്നു. പിന്നെ ഫിഷ് ഫാമിങ്, അങ്ങനെ ഓരോന്നും അവരെങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ സഹായിക്കുക എന്നുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യണത് ഇപ്പോൾ ഈ പാർട്ടി ആയതുകൊണ്ടാണ് എനിക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത്. പിന്നെ ഇവിടെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടും ഇതേപോലെ ഇവർ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ഈ മറ്റുള്ളവരുടെ പാർട്ടികളുടെ സംസാരം കൂടുതലും പ്രവൃത്തി കുറവും. ഇവിടെ പ്രവൃത്തി കൂടുതലും സംസാരം കുറയും. ഇത് ആൾക്കാർക്ക് എത്തിക്കില്ല. പക്ഷേ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ ഡിവിഷനിൽ ചെയ്യുന്ന കാര്യങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യണതും അത് ഞാനായിട്ട് അവരുടെ കൂടെ ഇതായതുകൊണ്ട് അടുത്തറിഞ്ഞുകൊണ്ടാണ് എനിക്ക് അവരുടെ പ്രവർത്തനങ്ങളും ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്തത്. എനിക്ക് BJP നേതാക്കന്മാരിൽ ആൾക്കാർ അറിയണത് കുറവാണെച്ചാലും എനിക്ക് അവരുടെ പ്രവർത്തനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ മോഡിജിയോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം ഇത്രയും ധൈര്യത്തോടു കൂടി കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക. അതേപോലെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് ഇപ്പോൾ സ്ഥാനം, അതേപോലെ തന്നെ പുരോഗതി കൈവരിച്ചതും അതൊക്കെ മോഡിജി കാരണമാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനവും. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ചേരാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്കും എന്താ പറയുക, സ്ത്രീകൾക്ക് ഭയങ്കര കൂടുതൽ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ ഇപ്പോൾ എനിക്ക് തന്നെ കുറേ പ്രശ്നങ്ങൾ വന്നു അടുത്തായിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആദ്യം വന്നത് BJP പാർട്ടിയാണ്. അപ്പോൾ അവർ എന്താ പറയുക, പ്രവർത്തനമാണ് കൂടുതൽ. ഈ മറ്റുള്ളവരുടെ പാർട്ടികളെ സംസാരമാണ് അവർക്ക്. അപ്പോൾ അത് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ BJPയിലേക്ക് പ്രവേശിച്ച സമയത്ത് മാഡം ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മേഖലയിലുള്ളൊരു ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള ആരുടെയെങ്കിലും അല്ലെങ്കിൽ മറ്റെതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു എതിർപ്പ് BJPയിൽ ചേർന്നതിന് ശേഷം ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം എൻ്റെ ഹാള് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത മാസം ഇപ്പോൾ CPM-ൻ്റെ ഇതുണ്ട്, എല്ലാ പാർട്ടികൾക്കും ഇതുണ്ട്. പക്ഷേ എനിക്ക് BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടായിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. പക്ഷേ എനിക്ക് ആ പ്രവർത്തന മേഖല കൊണ്ടാണ് എനിക്ക് BJPയിലേക്ക് വരാൻ കാരണം ഉണ്ടായത്. ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ MP, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. എത്രത്തോളം ആ ഒരു സമയത്ത് സന്തോഷമുണ്ടായി?
എനിക്ക് വളരെ സന്തോഷം. എനിക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എനിക്ക് വളരെ ഞാൻ അദ്ദേഹത്തിന് കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയല്ല അദ്ദേഹം ജനങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. അതുപോലെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കാൻ ഇപ്പോൾ ഏതെങ്കിലും നേതാക്കന്മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അദ്ദേഹം ശ്രദ്ധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ട് അത് ചെയ്തു വരികയും ചെയ്യും. അങ്ങനെ ഒരു ഉറപ്പുണ്ട് അദ്ദേഹം ഇടപെട്ടിട്ട് അതൊക്കെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ എനിക്ക് അത് വളരെ സന്തോഷമായിട്ടുള്ളത്. പിന്നെ അന്ന് വന്നതിൽ 200-ൽ മേലെ സ്ത്രീകൾ തന്നെയായിരുന്നു ഈ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് എല്ലാ ജാതിയത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടല്ലേ? ഭയങ്കര മാറ്റം. അത് എന്താ പറയുക, സ്ത്രീകൾ തന്നെയാണ് കൂടുതലെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ, ഈ വർഷങ്ങളായിട്ട് തൃശ്ശൂരിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെ കാണും? തൃശ്ശൂർ കോർപ്പറേഷൻ അടക്കം മാറണോ, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ത്രീയായിട്ട് എനിക്ക് യാതൊരു ഇതുമില്ല. എന്താ പറയുക, സ്ത്രീകളാണെന്നൊരു പരിഗണന പോലും ഇല്ല. പിന്നെ എനിക്ക് ഇപ്പോഴത്തെ ഒരു ഭരണം അത്രയ്ക്ക് തൃപ്തിയുമില്ല. ഇപ്പോൾ ബിസിനസ് രംഗം വലിയ രീതിയിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കെടുകാര്യസ്ഥത, ഇതുകൊണ്ട് പുറകോട്ട് പോകുന്നുണ്ടോ ഒരുപാട്? ഉണ്ട്. എനിക്ക് ഇപ്പോഴത്തെ ഭരണത്തോട് എനിക്ക് അത്രയ്ക്ക് വലിയ ഇതില്ല, തൃപ്തിയില്ല. അപ്പോൾ കേരളത്തിലൊരു വലിയ മാറ്റമാണ് ആഗ്രഹിക്കുന്നത്, രാഷ്ട്രീയ മാറ്റം തന്നെ ആഗ്രഹിക്കുന്നത്. മാറ്റം വരണം. കുറച്ചും കൂടിയും ശക്തരായ നേതാക്കൾ BJP-യിൽ വരണം. ഇപ്പോഴത്തെക്കാട്ടും ഒന്നും കൂടിയും ശക്തമായിട്ടുള്ള നേതാക്കൾ വരണം. ഒരു മാറ്റം എന്തായാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം സുരേഷ് ഗോപി അപമാനിക്കാനും പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാൻ വേണ്ടി ഒരു വലിയ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് ഈ 5 വർഷം സമാധാനപരമായിട്ടൂടെ നല്ല പ്രവർത്തനം ചെയ്ത് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ പ്രശ്നങ്ങളിടയിൽ? ഇപ്പോൾ അതെനിക്ക് നേരിട്ട് തന്നെ അനുഭവമുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അവിടെ കളിക്കുമ്പോൾ എല്ലാവരും സിനിമ പ്രൊമോഷൻ, അദ്ദേഹത്തിന് സിനിമ കളിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ഒരു ഷോ നടത്തിയിരുന്നു. അന്ന് എല്ലാവരും സിനിമ പ്രൊമോഷൻ്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് വന്നത്. ഒരു ചാനൽ മാത്രം അദ്ദേഹത്തിനെ പോയിന്റ് ചെയ്തിട്ട് അവിടെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലത്തെ ചോദ്യം ചോദിക്കലും, അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഞാൻ അവിടെ നേരിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമീപനമാണ് അദ്ദേഹം പുറത്തിറങ്ങിയാലും അദ്ദേഹത്തിന് ഈ ഒരു അറ്റാക്ക് പോലെയാണ് കാണുന്നത്. മാധ്യമങ്ങളുടെ ഭാഗത്തും വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നുന്നുണ്ടല്ലോ. മാധ്യമങ്ങൾ അവരുടെ ചോദിക്കുന്ന രീതി, അദ്ദേഹത്തിനോട് ചോദിക്കുന്ന രീതിയിൽ ഒരു മാറ്റം, സൗമ്യത ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത്. കാരണം ഒരു അറ്റാക്ക് ചെയ്യണ പോലെയാണ് എന്താ പറയുക കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തിയാൽ നല്ലത്. പിന്നെ അദ്ദേഹം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു MP എന്നുള്ള നിലയിൽ ഈ വരുന്ന ഈ ഒരു 5 വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ കുറച്ചുകൂടിയും കാലം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്യുമെന്നാണ് എൻ്റെ ഇത്. ജനങ്ങളുടെ പ്രതീക്ഷ കാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹം എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക, കുറേശ്ശെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടിയും നന്നാക്കും എന്നുള്ളതാണ് എൻ്റെ ഇത് പ്രതീക്ഷ. BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നിലവിലൊരു ഹിന്ദുത്വ പാർട്ടിയാണെന്നുള്ള രീതിയിൽ മാത്രം ഇങ്ങനൊരു വലിയ പ്രചരണം നടത്തുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തെ ഇതിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള വലിയൊരു ശ്രമം നടക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വലിയൊരു പിന്തുണ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ക്രൈസ്തവ സമൂഹത്തിനിടയിലൊക്കെ ഒരു വലിയ മാറ്റം ഇത് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള ഐക്യം മാറിയിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഞാനിവിടെ ഈ BJP കൗൺസിലറിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ തന്നെ, കാരണം എനിക്ക് ജാതി മതം ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അങ്ങനത്തെ ഒരു അജണ്ടയുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇവിടെ പ്രവർത്തനം നോക്കിയപ്പോൾ ഇവിടെ ഈ ജാതി മത ഭേദമന്യെയാണ് ഇവിടുത്തെ കൗൺസിലർ പ്രവർത്തിക്കുന്നത് കണ്ടത്. കാരണം സ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ട് കുട്ടികൾ, പല ജാതിയത്തെ കുട്ടികളുണ്ട്. ഒരു വ്യത്യാസമില്ലാണ്ടാണ് കൗൺസിലർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അതാ യോഗ ക്ലാസ് തുടങ്ങണു, ഏത് ജാതിയുള്ളവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസം ശരിക്കും കാണിക്കുന്നില്ല. ഇത് ഈ രാഷ്ട്രീയക്കാരുണ്ടാക്കണതാണെന്നാണ് ഞാൻ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം ഇതിൽ വന്നിട്ടുള്ളത്.